2 മീറ്റർ പ്ലെയിൻ വൈറ്റ് നെറ്റും ലൈനിങ്ങിനായി 2 മീറ്റർ സാറ്റിനും ഉപയോഗിച്ച് നൈമിക്ക് വേണ്ടി ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അംബ്രല്ല കട്ടിങ്ങിലാണ് സ്കർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിലാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം 1.5 മീറ്റർ നീളത്തിലുള്ള നെറ്റിന് ആദ്യം 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട ശേഷം 1/4 ഇഞ്ച് വിട്ട് ഒന്നുകൂടി സ്റ്റിച്ചിട്ടെടുത്ത് നൂല് വലിച്ച് ഞൊറിവുകൾ ഇട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് യോക്ക് പോർഷൻ ചെയ്യുന്നത്. സെയിം രീതിയിൽ തന്നെ നെറ്റിൻ്റെ താഴ്വശവും കൂടി ചെയ്തെടുത്ത ശേഷം ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ച് യോക്ക് പോർഷനിലേക്ക് കറക്റ്റ് ആക്കിയിട്ടൊന്ന് തയ്ച്ചെടുക്കാനാണ് ചെയ്യേണ്ടത്. തയ്ച്ചെടുത്ത ശേഷം ബാലൻസ് എന്ന നെറ്റ് കട്ട് ചെയ്ത് മാറ്റി ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നെക്കും കൈക്കുഴിയും തയ്ച്ചെടുക്കുന്നത്. സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കുന്ന ഫ്രോക്കിന്റെ കൈക്കുഴിക്ക് ചുറ്റിലുമായിട്ട് 1 ഇഞ്ച് വീതിയിലുള്ള നെറ്റിന് നല്ല തിക്കായിട്ട് ഞൊറിവുകൾ ഇട്ടു. പിന്നീട് സ്കർട്ട് പോർഷൻ ലൈനിങ് ഒക്കെ യോജിപ്പിച്ച് അളവുകൾക്കനുസരിച്ച് തയ്ച്ചെടുത്ത ഫ്രോക്കിലേക്ക് 3 കളറുകളിലുള്ള ഓർഗൻസ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. 7 ഇഞ്ച് നീളത്തിൽ 5 ഇഞ്ച് വീതിയിലുമായി തുണികളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഓരോ പീസിന്റെയും 4 സൈഡും മുറുക്കിയെടുക്കണം. ശേഷം ഓരോ പീസിൻ്റെയും സെൻറ്ററിൽ നൂല് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റാക്കി ചുറ്റിയെടുത്തിട്ട് നമ്മൾ ചുറ്റിയെടുത്ത ഭാഗം കാണാത്ത രീതിയിൽ സെൻറ്ററിൽ നിന്ന് ഒരല്പം കൂടി താഴേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ച് ഇതുപോലെ ഒന്നുകൂടി ചുറ്റിയെടുത്താണ് ഫ്ലവേഴ്സിന് വേണ്ട ഓരോ ഇതളുകളും തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് 6 ഇതളുകൾ വീതം കോർത്തെടുത്തിട്ട് നല്ല ടൈറ്റാക്കി തുന്നിക്കൊടുത്ത ശേഷം മറ്റൊരു പീസ് കൂടി എടുത്തിട്ട് റോസ് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ആ ഒരു പൂവിൻ്റെ സെൻറ്ററിൽ വെച്ച് തുന്നിക്കൊടുക്കാനാണ് ചെയ്യുന്നത്. ഉണ്ടാക്കിയെടുക്കുന്ന ഫ്ലവേഴ്സുകളെല്ലാം നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ലൈനിങ്ങിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാനാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത്. കുഞ്ഞു റോസാപ്പൂക്കൾ ഉണ്ടാക്കിയിട്ട് യോക്ക് പോർഷനിലായിട്ട് തുന്നിക്കൊടുക്കുകയും ആ ഒരു കളറുകളിലുള്ള ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ആ പൂക്കൾക്കിടയിലൂടെ ആയിട്ട് തുന്നിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.